ഹലോ കൂട്ടുകാരെ, ഞാൻ ഒരു പ്രത്യേക വഴികളിലൂടെ യാത്ര ചെയ്തപ്പോൾ നടക്കാൻ പോയപ്പോണ്ടല്ലോ, ഇത് നോക്കിയേ, മോൻ്റെ കരാട്ടെ സ്കൂൾ ഇതിൻ്റെ അപ്പുറയാണ്. അപ്പോൾ അവനെയും കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ദൂരം നടക്കാൻ നിർത്തും. ഇത് നോക്കിയാൽ നല്ല പൂക്കളുകളെ, ഈ ചെടികളിൽ നല്ല ചെറുതായിട്ട് നല്ല മനോഹരമായ കുറ്റിച്ചെടികൾ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്. അതിമനോഹരം. എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസം. ഈ നല്ലൊരു പ്രകൃതി സുന്ദരമായ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ. അപ്പം ഇതൊക്കെ വളരെ മനോഹരം അല്ലേ. അങ്ങനെ ഇവിടെ എല്ലാം സമ്മറിൻ്റെ ഒരു അതിമനോഹരമായ അവസ്ഥയാണ്. ചെറിയ കുളിർക്കാറ്റ് നാട്ടിലേക്ക് പോലെ. ഇനിയിപ്പോൾ ആപ്പിള്, ചെറി പിക്കപ്പ്, സ്ട്രോബെറി പിക്കപ്പ്, അങ്ങനെ പല പരിപാടികളും ഉണ്ട് ഒരു സമ്മറിൽ. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മീൻ പിടിക്കാൻ പോക്ക്, പിന്നെന്തുവാ, അങ്ങനെ കുറേ സ്ഥലങ്ങളും ഉണ്ട് കാണാനൊക്കെ ആണെങ്കിൽ. പക്ഷേ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ വളരെ ഹാർഡാണ്. മീൻസ് എന്നാലും പിള്ളേരും കൊണ്ട് പോകും. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റി. ഇനി പിള്ളേരുടെയൊക്കെ പഠിത്തം കഴിഞ്ഞാലും ഒരു സ്വസ്ഥമാവുള്ളൂ. അതൊരു പ്രത്യേകത. അതുവരെ നമ്മൾ സ്ട്രെസ്സാണ്. അവരൊന്ന് പഠിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് ഇവിടെ പഠിക്കാനും. അതൊക്കെ ഒന്ന് സ്ട്രെസ്സില്ലാതെ അവരൊന്ന് നല്ല നിലയിൽ എത്തുന്നവരെ നമ്മൾ മാതാപിതാക്കളല്ലേ, നമ്മളെപ്പോഴും സ്ട്രെസ്സിലൂടെ യാത്ര ചെയ്ത് അവസാനം ഒത്തിരി സ്ട്രെസ് എടുക്കരുതെന്നൊക്കെയുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി വന്നു ചേരുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒരു നല്ല നിലയിലെത്തി ഒരു സ്റ്റേബിളാകുന്നവരെ മാതാപിതാക്കളായ നമ്മൾക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ വരും. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ഹാപ്പിയായിട്ട് പോകാനേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുമല്ലാതെ. അപ്പം ജോലി എന്താ പറയുന്നത്, വർക്ക് ബാലൻസ് ലൈഫ് വേണം എപ്പോഴും. നമ്മളെ ടേക്ക് കെയർ ചെയ്യാനൊന്നും സമയമില്ല. ശരിക്കും പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു ജീവിതം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ ഫൈനാൻഷ്യലായ മാനേജ്മെൻറ്റ് നമുക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചു നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. മൊത്തം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ അവസ്ഥകളും അത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. എല്ലാവരും ഒരേപോലെ അല്ലോ സാമ്പത്തിക ഭദ്രത. എല്ലാവർക്കും ഒരേപോലത്തെ സാമ്പത്തിക ഭദ്രത ആണെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ നടക്കാൻ. പക്ഷേ ഓരോരുത്തരുടെ അവസ്ഥകൾ വേറെയല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മേടിക്കാതെയും കുറച്ചൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്ത് അത്യാവശ്യം വേണ്ടാത്തതൊക്കെ വേണ്ടെന്ന് വെച്ച് തന്നെ മുന്നോട്ട് പോയാലേ പിടിച്ചു നിലയുള്ളൂ. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം കിട്ടത്തുള്ളൂ. കാരണം നമുക്ക് ഫൈനാൻഷ്യലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ല ഒരു രൂപ പോലും തരാൻ. ഇന്ന് കാലഘട്ടങ്ങളെല്ലാം മാറിയില്ലേ. അതുതന്നെയല്ല, ഒത്തിരി ലോണും ലൈൻ ഓഫ് ക്രെഡിറ്റും അതും ഇതും എല്ലാം എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല പലിശ അങ്ങോട്ട് പേ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചേ പറ്റൂ. ഒന്ന് എന്തു പറയുന്നത്, ഒരു പിടിച്ച നിലയാവുന്നവരെന്ന് പറയത്തില്ലേ. അപ്പം പുതിയ ന്യൂ കമേഴ്സൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ വന്നു കഴിഞ്ഞാലും ജോലി കിട്ടാനൊക്കെ ഇപ്പം ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ റെൻറ്റും എല്ലാ കാര്യങ്ങളും ഹൈ ആണ്. അപ്പോൾ ആ അവസ്ഥകളെയൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡാണ്. പറയാൻ എളുപ്പം കഴിയും, പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഈ പറയും പോലെ ഒന്നും ജോലികളെല്ലാം കട്ട് ചെയ്തു. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും ജോലി ചെയ്താൽ ജോലി സാധ്യതകളുണ്ടായിരുന്നു. ഇപ്പം ജോലി സാധ്യതകൾ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പണ്ട് വന്നവർക്ക് ഓക്കെ എന്ന് പറഞ്ഞാലും അവരും ഈ മോർഗേജും കാര്യങ്ങളും എല്ലാം അടച്ചു പോകണ്ടേ. ഇതെല്ലാം ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സും എല്ലാം കൊടുത്തുള്ള ജീവിതങ്ങളല്ലേ. എല്ലാം രണ്ട് അറ്റം മുട്ടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളും നടക്കട്ടെ. ഹാവ് എ എക്സലൻറ്റ് ഡേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.